ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റമദാൻ സ്പെഷ്യലായിട്ടുള്ള ഇറാനി പോളയായിട്ടാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള ഇറാനി പോളയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വീഡിയോ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. ഇതിലേക്ക് മല്ലി, മഞ്ഞൾ, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇത് ചേർത്തിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തത്. പൊരിച്ചെടുത്ത എണ്ണയിലേക്ക് നമുക്ക് സവാള ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഞാൻ ഇതിലേക്ക് മീഡിയം സൈസിൽ 3 സവാളയാണ് എടുത്തത്. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതി. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ ഞാൻ കുരുമുളക് പൊടി ചേർത്തത് കൊണ്ട് മുളക് പൊടി കുറച്ചേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എല്ല് കളഞ്ഞ് ചെറിയ പീസാക്കിയ ചിക്കൻ, പൊരിച്ചെടുത്ത ചിക്കൻ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായി യോജിപ്പിച്ച് ഇളക്കിയെടുക്കുക. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിനിലയും അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇറാനി പോളയിലേക്കുള്ള മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കണം. അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 കപ്പ് പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ നമുക്കിതിലേക്ക് വേണ്ടി വരും. പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് 2-3 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മൈദ അളന്നെടുത്ത കപ്പിന് തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായി അരച്ച് എടുക്കുക. അപ്പം നമ്മൾ പോളക്ക് റെഡിയായിട്ടുള്ള ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ പറഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മൊത്തത്തിൽ ചിക്കിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അതിന് പകുതി മാത്രമേ ഒഴിച്ച് കൊടുക്കാൻ പറ്റുകയുള്ളൂ. പകുതി ഭാഗം നമുക്ക് ലാസ്റ്റ് വേണ്ടി വരും. ഇനി നമുക്കിത് ചെറിയൊരു തീയിലിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്കിത് അടിച്ച് വേവിക്കണം. നമ്മുടെ ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. മസാല അത്യാവശ്യം ഉണ്ടായാലാണ് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ മാവിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും വരല്. അപ്പോൾ മസാല അത്യാവശ്യം ഉണ്ടായാലാണ് നല്ല ഒരു ടേസ്റ്റായിട്ട് ഇത് കിട്ടൽ. പിന്നെ ഒരു കാര്യം, നമ്മൾ മസാല വെക്കുമ്പോൾ ആ സൈഡിലേക്ക് വെക്കരുത് കേട്ടോ. സൈഡിൽ മസാല ആകുമ്പോൾ അടിഭാഗത്തേക്ക് മാവ് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിൻ്റെ ഇല അതിൽ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാവ് മുഴുവനായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത്, ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നമുക്കിത് മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ 20 മിനിറ്റിന് ശേഷം നോക്കാം ഇതായിട്ടുണ്ടോ എന്ന്. ഇപ്പം നമ്മുടെ പോള റെഡിയായിട്ടുണ്ട്. ഇപ്പം നമുക്കിത് നോക്കുമ്പോൾ മുകൾ ഭാഗം വേവാത്തൊരു ഫീലുണ്ടാകും. അപ്പം നമുക്ക് ഈ പോള എടുത്ത് വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ തടവി അതിലേക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ പോള ഉണ്ടാക്കുന്ന ടൈമിലെല്ലാം നമ്മുടെ തീ സിമ്മിലായിരിക്കണം, കൂട്ടി ഇടരുത്. നമ്മുടെ പോള കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ പോളയുടെ അടിഭാഗം കണ്ടില്ല, കരിയാതെ തന്നെ നല്ല കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഇനി കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പോള റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനാട്ടിലും കൂടുതൽ തന്നെ നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ഫില്ലിങ്സും എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.